നമുക്ക് ഇന്നിതാ ഈ ചെടീനെ നല്ലൊരു ഹാങ്ങിങ് പോട്ടിലോട്ട് മാറ്റാൻ കേട്ടോ. ഇതിനെ ഇവിടെ കൊണ്ടുവന്ന ടൈമിൽ നല്ലൊരു പോട്ടിലോട്ട് മാറ്റണം എന്ന് വിചാരിച്ച കേട്ടോ. ചിന്ത മാത്രമേ നടന്നുള്ളൂ. ചെടി ഇവിടെ വന്നിട്ട് 1 വർഷം കഴിഞ്ഞു. ഞാൻ ഇന്നിതാ ഈ ബാസ്ക്കറ്റിലുള്ള മണ്ണാട്ടോ എടുത്തത്. ഈ മണ്ണെടുത്തത് മണ്ണിനകത്ത് നിറയെ മണ്ണിര. ഞാൻ ഇത്ര ധൈര്യശാലിയാണോ എന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. എനിക്ക് മണ്ണിര തൊടാൻ നല്ല പേടിയാണ്. ഞാൻ മണ്ണോട് കൂടി എടുത്തതാണ്. ആ ബാസ്ക്കറ്റൊക്കെ മാറ്റിയതും ബാസ്ക്കറ്റിൻ്റെ അടിയിലും ഫുള്ള് മണ്ണിര. ഇതിൻ്റെയൊക്കെ ക്രെഡിറ്റ് പോകുന്നത് എൻ്റെ അമ്മായിയമ്മയ്ക്കാട്ടോ. കാരണം എന്ത് കിട്ടിയാലും നേരെ കൊണ്ട് മണ്ണിനായിട്ട് എടുക്കുന്നത്. ഈ മണ്ണ് വാരയിട്ടതും 2 തുള്ളി കളിക്കുന്ന കുഞ്ഞു പുഴുവിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. മണ്ണെല്ലാം വാരയിട്ട് ചട്ടിയുടെ ഒരു പാതി മുക്കാലാക്കിയിട്ടുണ്ട് ഞാൻ. ആദ്യം ഈ ഹാങ് ചെയ്യാനുള്ള സാധനം കറക്റ്റ് ഇരിക്കുമോ നോക്കുക കേട്ടോ. സംഭവം എല്ലാം സെറ്റാണ്. ഇനി ചെടിയും കൂടെ നട്ടങ്ങ് തൂക്കിയാൽ മാത്രം മതി. ഈ ചെടിക്ക് നല്ല നീളം വെച്ചതുകൊണ്ട് ഇതിനെ ആ കയറിൽ നിന്ന് അഴിച്ചെടുക്കാന്ന് പറഞ്ഞാൽ ഇച്ചിരി ടാസ്ക്കുള്ള പരിപാടിയാണ്. ഇലയ്ക്കൊന്നും പ്രശ്നമൊന്നും വരാണ്ട് കുറച്ച് ടൈം എടുത്താട്ടോ ഞാൻ അതിനെ അതിൽ നിന്ന് ഇളക്കിയത്. ഈ ചെടി എവിടെ നിന്നാണെന്നറിയാവോ? എൻ്റെ കൂട്ടുകാരി ഷാലിയില്ലേ, ഷാലിയല്ല ഷാലു, അവളെ വീട്ടിൽ കഴിഞ്ഞ വർഷം ഇതേ സമയപ്പോൾ ഞാൻ പോയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് എടുത്തിട്ട് വന്നതാണ് ഈ ചെടി. ഒരു കുഞ്ഞ് തണ്ടായിരുന്നു. അതിനെ ഞാൻ പൊടിപ്പിച്ച് വളർത്തിയതാ ഇത്രത്തോളം ആക്കിയതാട്ടോ. അവളെപ്പോലെ ഇപ്പം നല്ല ആരോഗ്യമുള്ള ചെടിയാണ് എൻ്റെ ഈ ചെടി. ചെടിയൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി ഇത് എവിടെ തൂക്കും എന്നതാണ് അടുത്ത ചോദ്യം. അതും ഞാൻ തന്നെ കണ്ടുപിടിക്കണമല്ലോ. ഇപ്പോൾ ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഗേറ്റിൻ്റെ മുകളിൽ ഒരു കമ്പിയുണ്ട്, അവിടെ തൂക്കാമെന്നാണ്. അവിടെ ഓൾറെഡി ഒരു കുഞ്ഞ് കമ്പിയൊക്കെ ഇട്ട് ഇങ്ങനെ ഹാങ് ചെയ്യേണ്ട രീതിയിലൊരു സാധനം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ തന്നെ തൂക്കി. ഇങ്ങനെയാണ് ഇപ്പോൾ ഈ ചെടി ഇരിക്കുന്നത്. പോണവർ വരുന്നവരൊക്കെ കാണട്ടെ, അതല്ലേ എൻ്റെ ഒരു സന്തോഷം. ആരുടെയും തലയിൽ തട്ടാതിരുന്ന എനിക്ക് തന്നെ കൊള്ളാം. അപ്പോൾ ഓക്കെ, ബായ്.